കേരളത്തിൽ ബി.ജെ.പിയെ തഴച്ചു വളരാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ രംഗത്ത്. എവിടെയൊക്കെ ബി.ജെ.പിയെ തടയാൻ പറ്റുമോ അവിടെയൊക്കെ തടയും, എന്നാൽ അതിനായി അധികാരം പങ്കിടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി അധികാരത്തിൽ വരുന്നത് തടയുക എന്നതാണ് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുകയാണ് കെ.സി. വേണുഗോപാൽ ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ കോൺഗ്രസ് പലയിടത്തും വിജയിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ബി.ജെ.പിയും CPM-ഉം തമ്മിലാണ് അവിശുദ്ധ ബന്ധമെന്ന് ഇവിടെ കോൺഗ്രസ് നേതാവ് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് അതേപോലെ തന്നെ തൃശൂർ ലോക്സഭാ സീറ്റിന് പുറമെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും ബി.ജെ.പിക്ക് സ്വന്തമായതോടുകൂടി തന്നെ ആ ഒരൊറ്റ കാരണത്താൽ അത് ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ മണ്ടത്തരം, അബദ്ധമാണ് എന്നതാണ്. ബി.ജെ.പിയോട് CPM മൃദു സമീപനം സ്വീകരിച്ചുവെന്നും അതേപോലെ തന്നെ PM ശ്രീയും തൊഴിൽ ചടങ്ങിലും ഒക്കെ തന്നെ ദേശീയപാത അഴിമതിയിലും കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ CPM അണികളിൽ പോലും അത്തരം ചിന്തയുണ്ടാക്കുന്നു എന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒലിച്ചുപോയതെന്നും ഇവിടെ കെ.സി. വേണുഗോപാൽ പറയുന്നു. CPM പ്രവർത്തകർക്ക് ബി.ജെ.പിയുമായി അടുക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും ഒരു മടിയില്ലാതെ മാറിയിരിക്കുന്നു. അതേപോലെ കേന്ദ്രത്തിന് കീഴടങ്ങിയ നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. മോദി സർക്കാരിന് കീഴടങ്ങുന്ന സമീപനമായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് വലിയ മാനങ്ങളുണ്ട് എന്നും അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ച മറ്റു മാനങ്ങളുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നും കെ.സി. വേണുഗോപാൽ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പി എന്തോ വലിയ അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നതാണ് വ്യാജ പ്രചരണമായി തന്നെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, അത്തരത്തിൽ കേരളത്തിൽ ബി.ജെ.പി എന്തോ വലിയ അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നത് വ്യാജ പ്രചരണം തന്നെയാണ് എന്നും ഇവിടെ മറ്റു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഇത്തരത്തിലൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ കോൺഗ്രസ് വിജയിക്കുകയും എന്നാൽ ബി.ജെ.പി ഒപ്പം തന്നെ വിജയം പങ്കിടുകയും ചെയ്തതിൽ വലിയൊരു അമർഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത്. കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ അത്തരം ഒരു പ്രചരണമാണ് നടത്തുന്നതെന്നും ഒരു മായ പ്രപഞ്ചമാണ് ബി.ജെ.പി ഉണ്ടാക്കുന്നതെന്നും ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന തന്ത്രമാണ് പയറ്റിയിരിക്കുന്നത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ബി.ജെ.പി ജയിക്കുകയും എന്നാൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഉറപ്പായും തന്നെ EVM-നെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നേ. മാത്രമല്ല, SAR കൊണ്ടുവന്നത് വലിയ രീതിയിലുള്ള ഒരു വ്യാജ നീക്കുപോക്കിന്റെ ഇടമാണെന്ന് പോലും അവർ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരെ മറിച്ച് തങ്ങൾ വിജയിക്കുകയും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ വിജയം അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബി.ജെ.പി ഏതോ തരത്തിലുള്ള മായവിദ്യകൾ കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളെ അവിടെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നതാണ് പറയുന്നത്. മാത്രമല്ല, ജനങ്ങളെ ഇത്രയേറെ വെറുപ്പിച്ച മറ്റൊരു സർക്കാർ കേരളത്തിൽ ഇല്ല എന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFന് വിജയം സമ്മാനിച്ചത് സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ട് എന്നും ഇനി ഒരു ദിവസം പോലും കളയാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആലോചനകളിലേക്ക് കടക്കും എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.